മറ്റേതല്ല. 2007 അറബിക്കഥയിലൂടെ വന്നതാണ്. 2007 അല്ല, 2004 2005 2004 2005 അപ്പൊ ഏകദേശം 15-20 കൊല്ലത്തിനടുത്തായി സിനിമയിൽ വന്നിട്ട്. 300ഓളം സിനിമയും ഭയങ്കര സ്പീഡാണ് സിനിമ. അതിന് കുറെ ഇറങ്ങാത്തതാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് നമ്മുടെ സിനിമ ആസ്പയറിംഗ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? സിനിമയിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ആഗ്രഹിച്ച് നടക്കുന്നവരോടല്ല, കഴിവുണ്ടായിട്ടും അവസരം കിട്ടാതെ നടക്കുന്ന കുറേ പേരുണ്ടാവും. നല്ല കഴിവുള്ള കുട്ടികൾ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കഴിവുള്ള കുട്ടികൾ. അവരെ ഈ ഭാഗ്യം ആണോ എന്താണെന്നറിയില്ല, ഭാഗ്യമില്ലാണ്ടാണോ എന്നറിയില്ല, എന്തോ കാരണം കൊണ്ട് അവർക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കഴിവും അടക്കി പിടിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് കലാകാരികളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തോന്നലിൽ ഇനിയുള്ള കാലത്ത് സിനിമയിലൊക്കെ അവർക്ക് വരാൻ സാധ്യതകൾ ഏറെയാണെന്ന് തോന്നുന്നു. പണ്ടത്തേക്കാളും അവസരങ്ങൾ കൂടുന്നുണ്ട് ചെറുപ്പക്കാർക്ക്. കാരണം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറ്റിവെച്ചു, പിന്നെ പുതിയ സിനിമയാണ് എടുക്കുന്നത്. പുതിയ സിനിമ എടുക്കുമ്പോൾ പുതിയ ആൾക്കാരെ വേണമെന്നുള്ള തോന്നിക്കുന്ന ചെറുപ്പക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം വരുമ്പോഴുണ്ട്. അപ്പോൾ ഈ സിനിമ അതൊരു ബിസിനസ്സായിട്ട് നമ്മൾ കാണുമ്പോഴാണ് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവിടെ നിലനിൽപ്പ്. കാരണം അടുത്ത സിനിമ ക്യാൻവാസ് ചെയ്യണം, അടുത്ത സിനിമ ക്യാൻവാസ് ചെയ്യണം, അങ്ങനെ വേറെ ആരെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കരുത്, ഞാൻ തന്നെ സിനിമയിൽ എനിക്ക് കൂടുതൽ വർക്ക് കിട്ടണം, എനിക്ക് കൂടുതൽ വർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരൊരിക്കലും ഈ കഥാപാത്രത്തിൻ്റെ മേന്മയോ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റോ നോക്കുന്നുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ ഉപരി അവർ നോക്കുന്നത് അവരുടെ നിലനിൽപ്പാണ്. നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിലൂടെ അവരുടെ സാമ്പത്തിക ഭദ്രത. ഇങ്ങനെ ഒരു അടക്കി ഭരിക്കുന്ന ഒരു സ്വഭാവത്തിന് ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുമെന്നറിയില്ല. ഒരു സിനിമ നിർമ്മിച്ചെടുക്കുന്ന ഇപ്പോൾ തമിഴൊക്കെ ആണെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രതിഫലം 5 കോടി 10 കോടി 100 കോടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ല. ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കോടിക്കണക്കിന് രൂപയൊക്കെ ഒരാൾക്ക് ഒരു സിനിമയിൽ നിന്ന് പ്രതിഫലം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ ജീവിതത്തിൽ മൊത്തം ഉണ്ടാക്കുന്ന ഒരു പൈസയാണ്. അവൻ ഒരു ജനിച്ച് മരിക്കുന്നവർക്ക് അവനത് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം അതിന് പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ല. എന്തോ ഒരു അടക്കി പിടിക്കില്ലേ, അതിനൊക്കെ മാറ്റം വരണം. അപ്പോൾ അവരോടൊക്കെ മത്സരിച്ചിട്ടാണ് ഈ ചെറിയ സാധാരണക്കാർ ഈ ചെറിയ പടങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും മലയോട് എലി പൊരുതുന്ന പോലെ അല്ലേ, ഒരു മലയോടാണ് എലി പൊരുതുന്നത്. അതിനവസ്ഥയിൽ ഒന്നുമല്ലാതെ പോകുന്ന പടങ്ങളൊക്കെ അത് അതിൻ്റെ മൂല്യമില്ലായ്മ കൊണ്ട് പോകുന്നതല്ല, ഈ ഒരു പോഷിപ്പ് കൊണ്ട് പോകുന്ന മൂല്യം ഉള്ള പടങ്ങളായിരിക്കും ചിലത്. ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന പോലെയുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, മൂല്യമുള്ള പടങ്ങൾ ഈ ഒരു കുത്തൊഴുക്കിൽ പെട്ടു പോവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം, കാണികളായിട്ടുള്ളവരുടെ സഹകരണം ഉണ്ടാവണം. കാണികൾക്കും ചില ഉത്തരവാദിത്വം ഉണ്ടെന്ന് വരുത്തണം നമ്മൾ. എനിക്ക് ഈ പടം നമ്മളെ നാട്ടിൽ അറിയേണ്ടതാണ്, കാണികളുടെ ഉത്തരവാദിത്വം വരുമ്പോൾ കാണികൾ അത് പോയി കാണും. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിക്ക് ഇവർക്ക് അവകാശമുള്ളൂ. മറ്റു കോടികൾ മുടക്കിയിട്ടുള്ള പരസ്യങ്ങൾ ചിലപ്പോൾ ഇവർക്ക് പറ്റിയില്ല എന്ന് വരും. ഇതുപോലുള്ള 5 or 10 പടം പിടിക്കുന്ന പൈസയാണ് അവർ വെറും പ്രചരണത്തിനും ആയിട്ട് മാറ്റിവെക്കുന്നത്. അവർ പ്രചരണത്തിന് മാറ്റിവെക്കുന്ന പടം ഉണ്ടെങ്കിൽ ഇവിടെ ഇതേപോലത്തെ 10 പടം പിടിക്കാം. ആ ഒരു 2 തലത്തിലാണ് നിൽക്കുന്നത്. മലയും എലിയും ആ ഉദാഹരണം കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസാവാണ്. എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളതാണ്, കലാമൂല്യമുള്ള, സാമൂഹ്യ പ്രസക്തിയുള്ള ഏത് സിനിമയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വിട്ടിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് അത് നിങ്ങൾ കാണണം, അവർക്കും ഇറക്കിയ പൈസ കൊടുക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ അതൊരു വലിയ സിനിമയാണ്, അത് സാമ്പത്തികം മുടക്കിയെടുത്ത സിനിമയാണ് എന്നുള്ളതിൻ്റെ പേരിൽ സാമ്പത്തികം ചുരുക്കി
എടുക്കുന്ന സിനിമകൾ തഴയപ്പെടാൻ പാടില്ല. അത് മൂല്യമുള്ളതാണെങ്കിൽ, നന്മയുള്ള സിനിമയാണെങ്കിൽ അത് സമൂഹം ഏറ്റെടുക്കണം, പ്രചരിപ്പിക്കണം, വിജയിപ്പിക്കണം. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ. ഞങ്ങളെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു.